അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. നമസ്കരിക്കാൻ നിന്നാൽ മറ്റു ചില ഓർമ്മകളാണ് വരുന്നത്. ഒന്നുകിൽ ജോലിസ്ഥലത്തെ കാര്യമാകാം, അതല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാവാം, അതല്ലെങ്കിൽ കുടുംബത്തിലെ വിഷയങ്ങളാവാം. ഇങ്ങനെ നൂറുകൂട്ട് വിഷയങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഓർമ്മയിൽ വരുന്നത് കൊണ്ടു തന്നെ നമസ്കാരത്തിന് ഖുശൂ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വിജയിച്ച മുഅ്മിനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ച മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ കർമ്മമായി പഠിപ്പിച്ചു തരുന്നത് തന്നെ ഖുശൂവോടുകൂടിയുള്ള അവരുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഖുശൂവോടുകൂടിയാണ്, ഭക്തിയോടുകൂടിയാണ്, ഭയഭക്തിയോടുകൂടിയാണ് അവർ നമസ്കരിക്കുന്നത് എന്ന്. ഒരു ദിവസത്തെ നമ്മുടെ ജീവിതം നാം സമയം ചിലവഴിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കൂർ നാം ചിലവാക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കാം. ചിലരുടെ ജോലി പകൽ സമയം കൂടുതലായിരിക്കാം, ചിലരുടെ ജോലി രാത്രി സമയങ്ങളിലായിരിക്കാം, ചിലരുടെ ജോലി അല്പം മാത്രമായിരിക്കാം. അപ്പോൾ അവരവരുടെ ജോലി സമയം എത്ര എന്നുള്ളത് കണക്കാക്കുക. അതുപോലെ തന്നെ നാം കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സമയം എത്രയാണ് എന്ന് കണക്കാക്കുക. ചിലർ മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ മാത്രമായിരിക്കാം കുടുംബത്തിലേക്ക് വരുന്നത്. ശരി, അങ്ങനെയുള്ളവർ ഓരോ ദിവസവും കുടുംബവുമായി സമയം ചിലവിടാൻ വേണ്ടി ഏത് മാർഗം സ്വീകരിച്ചാലും ആ സമയം എത്രയാണ് എന്ന് കണക്കാക്കുക. അതുപോലെ മൂന്നാമത്തെ കാര്യം, ദഅവത്ത്. നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇസ്ലാമികമായി നാം പഠിച്ചിട്ടുള്ള സത്യം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ചായിരിക്കാം ദഅവത്ത് നടത്തുന്നത്. അതിന് ഒരു ദിവസം എത്ര സമയം നീക്കിവെക്കുന്നു എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ നാലാമതായി പറയാനുള്ളത്, നാം പഠിക്കുന്ന കാര്യങ്ങൾ. മരണം വരെ നാം വിദ്യാർത്ഥികളാണ്, അല്ലേ? മരണം വരെ പഠിക്കേണ്ടവരാണ്. പലതും നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠനത്തിന് നാം എത്ര സമയം ചിലവാക്കുന്നു എന്നുള്ളത് പരിശോധിക്കുക. അവസാനമായി, നാം വസിക്കുന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുമുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി വർത്തമാനകാലത്തെ വാർത്തകളെ സംബന്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും എത്ര സമയം നാം ചിലവാക്കുന്നു, ഇത് നാം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ഈ സമയങ്ങളിൽ മാത്രം അതിനുവേണ്ടി നാം സമയം ചിലവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമയം നഷ്ടപ്പെടുകയുമില്ല. ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ജോലി ചെയ്യുന്ന സമയത്ത് കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് എങ്കിൽ ആ ജോലി കൃത്യമായി ചെയ്യാൻ നമുക്ക് പറ്റുകയില്ലല്ലോ. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് മറ്റു പലതുമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് എങ്കിൽ കൃത്യമായ രൂപത്തിൽ പഠിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇങ്ങനെ നാം ചിലവിടേണ്ട സമയങ്ങളിൽ, ചിലവിടേണ്ട കാര്യങ്ങളിൽ ചിലവിടുകയാണ് എങ്കിൽ കൃത്യമായ ലക്ഷ്യത്തോടെയും സൂക്ഷ്മതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും നമുക്ക് ആ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. ഇതിലുപെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നമസ്കാരം, സ്വർഗത്തിലേക്ക് പോകുന്നവൻ്റെ കൈകളിലുള്ള താക്കോലാണ് അസ്വലാ, നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം ഖുശൂവോടുകൂടി നിർവഹിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആ നമസ്കാരത്തിന് നാം കൈകെട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടതല്ല നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ,
അപ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതല്ല നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതല്ല നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതല്ല ദഅവത്തുമായി നാം ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾ, അപ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതല്ല നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓരോന്നിനും അതിൻ്റേതായ സമയങ്ങളുണ്ട്. നമസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നാം കൈകെട്ടുന്ന സമയത്ത് റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധം വേണം. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയെല്ലാം നാം ഈ പറഞ്ഞ 5 ചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അപ്പോഴാണ് നമുക്ക് ശ്രദ്ധ കിട്ടുന്നത്, അപ്പോഴാണ് നമുക്ക് കൃത്യമായ ബോധം വരുന്നത്. അങ്ങനെ ആ ഒരു ശ്രദ്ധയെ നേരെ റബ്ബിലേക്ക് മാത്രം തിരിച്ചുകൊണ്ട് ആ റബ്ബ് പഠിപ്പിച്ചു തന്നതുപോലെ കൃത്യമായ ഒരു നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, വാജിബുകൾ പാലിച്ചുകൊണ്ട്, റുക്നുകൾ പാലിച്ചുകൊണ്ട്, സുന്നത്തുകളായ അഖ്വാലാകട്ടെ അഫ്ആലാകട്ടെ അവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാം ഒരു നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അതാണ് പരിപൂർണമായ നമസ്കാരം. അങ്ങനെ നമസ്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.